ആരുടെ പാപ സംബന്ധമായി അവൻ മരിച്ചു? എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ മരിച്ചു. ഞാൻ മരിക്കേണ്ടടുത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്നിൽ നിന്ന് നീങ്ങാൻ അവൻ എനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. ഇതാണ് ദൈവമക്കളെ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യം, അടിസ്ഥാനം, കൈമാറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നോണ്ട് ആയിരിക്കുന്ന സഹോദരി എഴുന്നേപ്പിച്ച് അവളുടെ ഭർത്താവിന്റെ പേര്, കുടുംബത്തിന്റെ പേര്, അപ്പന്റെ പേര്, മക്കളുടെ പേര്, കുടുംബക്കാരുടെ പേര്, പിന്നെ അവളുടെ വീട്ടുപേര്, നാട്ടുപേര്, ഇതെല്ലാം പറഞ്ഞ് ജോലി, സ്ഥലം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു ബഹളം. പിന്നെ അങ്ങോട്ട് പ്രൊഫസൈ, ഗ്ലോറി, എന്തെല്ലാം കാണണം. പിന്നെ ഇവിടെ ഈ പ്രൊഫസിയും ഈ ഹീലിങ്ങും ഈ ഡെലിവറൻസും ഇതൊക്കെ വേണം, വേണ്ടമല്ല, ഇതെല്ലാം ഉണ്ടാകണം, ഇതെല്ലാം നടക്കണം. പക്ഷെ ക്രൂശിൽ നിനക്ക് വേണ്ടി പുത്രൻ ചെയ്തത്, നിനക്ക് വേണ്ടി ദൈവ സൗജന്യമായി ഒരുക്കി വെച്ചത്, നിനക്ക് വേണ്ടി നടപ്പിലാക്കിയത് നിനക്ക് വിശ്വാസത്താൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ പാപം വിമോചിക്കപ്പെടാതെ നീ പ്രവചനം കേട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? നിന്റെ പാപം വിമോചിക്കപ്പെടാതെ നിനക്ക് 2 നില വീടുണ്ടായത് കൊണ്ട് എന്ത് പ്രയോജനം? നിന്റെ പാപം വിമോചിക്കപ്പെടാതെ, നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടാതെ നിനക്ക് പ്രൊമോഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കിട്ടിയത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം?